തമിഴ്നാട് അഗ്നിരക്ഷാസേനയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വനിതാ ഓഫീസർ പ്രിയ രവിചന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. 2003 പ്രിയ PSC പരീക്ഷ വഴി തമിഴ്നാട് അഗ്നിരക്ഷാസേനയുടെ ഭാഗമാകുന്നത്. അവരുടെ ചരിത്രത്തിൽ ആദ്യമായി അവിടുത്തെ വനിതാ ഫയർ ഓഫീസർ എന്ന ചുമതലയിലേക്ക് വരുന്നത്. തുടർന്ന് 2012 ചെന്നൈ ജില്ലാ ഫയർ ഓഫീസറായിരിക്കെ അവിടെ പൊങ്കൽ ദിവസം ഒരു വലിയ തീപിടുത്തമുണ്ടായി. അത് പ്രിയയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അന്ന് നടന്ന രക്ഷാപ്രവർത്തനം അതിൽ വളരെ കാര്യക്ഷമമായി പങ്കെടുത്തു. പക്ഷേ 45% പൊള്ളലേറ്റ പ്രിയ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. പിന്നീട് കഠിനാധ്വാനം നടത്തിയാണ് ജീവിതത്തിലേക്കും സർവീസിലേക്കും തിരികെ എത്താൻ അവർക്ക് കഴിഞ്ഞത്. രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ നേടിയിട്ടുണ്ട് പ്രിയ. അതാ ഇപ്പോൾ പ്രിയയ്ക്ക് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത, ഒരു സൗഭാഗ്യം, പ്രിയയ്ക്ക് IAS കൂടി ലഭിച്ചിരിക്കുന്നു എന്നതാണ്. വിനയ് ഉണ്ണി നമ്മളോട് ആ വിവരങ്ങൾ പങ്കുവയ്ക്കും. വിനയ്, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ആദ്യമായി വനിതകളൊന്നും സാധാരണഗതിയിൽ വരാത്തൊരു മേഖലയിലേക്ക്, ആ ജോലിയിലേക്ക് വരിക, പക്ഷേ ഒരു വലിയ ദുരന്തമുണ്ടാവുക, അതിനെ മറികടന്ന് തിരിച്ചെത്താൻ കഴിയും. ഒടുവിൽ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും അഭിമാനത്തോടെ കാണുന്ന ഒരു കരിയറിലേക്ക് അവർക്ക് ചൂടുവയ്ക്കാൻ കഴിയുക. ഇതെങ്ങനെ സാധ്യമായി? അവരുടെ ആ ഒരു ധീരമായ ജീവിതം എങ്ങനെ? ദിവിഷ്, പ്രിയ രവിചന്ദ്രൻ്റെ ജീവിതത്തിൽ അതായത് 20 വർഷത്തെ ഒരു ചരിത്രമുണ്ട്. 2003 പ്രിയ ആദ്യമായി PSC പരീക്ഷ എഴുതി വരുമ്പോൾ തമിഴ്നാട് ഫയർഫോഴ്സ് വിഭാഗത്തിൽ വനിതകളെ ഇല്ല, പുരുഷാധിപത്യം നിലനിന്നിരുന്ന ഒരു വകുപ്പാണ്. അവിടെ ആദ്യമായിട്ടാണ് ഒരു വനിതാ ഓഫീസറായി പ്രിയ വരുന്നത്. പിന്നീട് പടിപടിയായി അവർ ജയിച്ചു കയറുന്നു. പിന്നീട് അവർ ചെന്നൈ ജില്ലാ ഓഫീസർ വരെ, ഫയർഫോഴ്സ് വിഭാഗത്തിന് ജില്ലാ ഓഫീസർ വരെ ആകുന്നു. 2012 പൊങ്കൽ ദിവസം നടന്ന ആ ഒരു തീപിടുത്തം അവരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അന്ന് പ്രിയയും അവരുടെ സഹപ്രവർത്തകരും ചേർന്ന ഒരു തീപിടുത്തം, ഒരു കെട്ടിടത്തിൽ നിന്നുള്ള രക്ഷപ്പെടുത്തുന്നതിനിടെ 45% പൊള്ളലാണ് പ്രിയയ്ക്ക് എന്ന് ഏറ്റത്. മാത്രമല്ല 2 അഗ്നിരക്ഷാ സംഘങ്ങളെ കൂടി അവർ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഒരു സഹപ്രവർത്തനം അന്ന് അവർക്ക് നഷ്ടപ്പെട്ടു. തുടർന്ന് 45% പൊള്ളലേറ്റ പ്രിയ പിന്നീട് ജീവിതത്തിലേക്ക് നടത്തിയത് ഒരു തിരിച്ചുവരവാണ്. ഏറെ കഠിനാധ്വാനം ചെയ്താണ് അവർ തിരികെ സർവീസിലെത്തിയത്. തുടർന്ന് അവർക്ക് അന്ന് മുഖ്യമന്ത്രി ജയലളിത ധീരതയ്ക്കുള്ള സമ്മാനം നൽകി. തുടർന്ന് രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള അവാർഡ് അടക്കം ലഭിച്ചു. ഇപ്പോൾ നോൺ സ്റ്റേറ്റ് വിഭാഗത്തിൽപ്പെട്ട IAS പദവിയാണ് ഇപ്പോൾ പ്രിയയ്ക്ക് ലഭിച്ചിരിക്കുന്നത്, പ്രിയ രവീന്ദ്രൻ ലഭിച്ചിരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഫയർഫോഴ്സ് വിഭാഗത്തിൽ നിന്ന് ഒരു വനിതയ്ക്ക് ഇപ്പോൾ ഈ വിഭാഗത്തിൽ IAS ലഭിക്കുന്ന പ്രത്യേകത കൂടി പ്രിയയ്ക്കുണ്ട്. പ്രിയ എന്ന് പറയുന്നത് ഒരു ഫയർഫോഴ്സ് ഒരു ഉദ്യോഗസ്ഥ നിലയ്ക്ക് വളരെയധികം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ്. കാരണം നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, അങ്ങനെ അവർ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥ നിലയ്ക്ക് സംസ്ഥാനത്ത് ആകെ നടത്തിയ പ്രവർത്തനങ്ങൾ, ഈ ഫയർഫോഴ്സ് വിഭാഗത്തിൽ നടത്തിയ മാറ്റങ്ങളൊക്കെ വളരെയധികം ഈ ചർച്ച ചെയ്യപ്പെട്ട ഒരു നിമിഷത്തിലാണ് ഇവർക്കിപ്പോൾ ഒരു IAS പദവി കൂടി ലഭിച്ചിരിക്കുന്നത്. ദിവിഷ്, എന്തായാലും സന്തോഷകരമായ കാര്യമാണ്. പ്രിയയ്ക്ക് ഇനിയും ഉന്നതങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ. പ്രിയയുടെ പാത പിന്തുടർന്ന് ഒരുപാട് പേർക്ക് ആ രംഗത്തേക്കൊക്കെ വരാനും കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ശരി വിനയ്.